നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിഭകളുടെ സംഗമവേദിയായി കാനാടിക്കാവ്. വേറിട്ട അനുഭവം പകർന്ന് തൃപ്രയാറിൽ ഭിന്നശേഷി കലോത്സവം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും സ്റ്റീഫൻ ദേവസിയുടെയും ശിവമണിയുടെയും നേതൃത്വത്തിൽ ഫ്യൂഷൻ ഷോയും നടന്നു. എപ്പോഴും നമുക്കൊക്കെ എല്ലാവർക്കും പ്രശ്നമുണ്ട്. ആർക്കാ പ്രശ്നമില്ലാത്തവര്? ഇവിടെ സൈജു എല്ലാവരും, ഞാനടക്കം പ്രശ്നം എപ്പോഴും നമുക്ക് ടെൻഷനും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാം അല്ലേ? എത്ര പേര് മറക്കും? കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എനിക്കിന്ന് തൃശ്ശൂരിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വന്ന സാഹചര്യം വേദനയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഔദ്യോഗികമായ നിബന്ധന കാരണം എനിക്ക് ഇന്നത്തെ ഈ നേരിട്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ വഴി നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഈ കാനാടി ചരിത്രമുറങ്ങുന്ന കാനാടി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം സന്ദർശിക്കാനും എൻ്റേതായ രീതിയിൽ അവിടെ ആരാധനയിൽ പങ്കാളിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ CP മുഹമ്മദ് സാലിഹ്, ICL ചെയർമാൻ KG അനിൽകുമാർ എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ സമ്മാനിച്ചു. ഒരാളിന് എങ്ങനെ സഹായം ചെയ്യാൻ പറ്റുമെന്ന് ഞാനും പഠിച്ചത് കേരളത്തിൽ തന്നെയാണ്. സോ ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഡേ. കൂടാതെ ഈ ഒരു അമ്പലമുക്ക് എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. 2023 മാർച്ചിൽ ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂർ അമ്പലവും ഈ അമ്പലവും ദർശിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അമ്പലമുക്ക് വന്ന സമയത്ത് ഏറ്റവും ആദരണീയായ മഠാധിപതി എന്നോട് പറഞ്ഞു, അങ്ങ് തൃശ്ശൂർ കളക്ടർക്ക് വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് പോയി. കാരണം ഒരു ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭൂരിപക്ഷം ഒരേ ജില്ലയിൽ തന്നെ 2 വർഷം ജോലി ചെയ്യേണ്ടി വരും. ഞാൻ ആലപ്പുഴ കളക്ടറായിരുന്നു അപ്പോൾ. പക്ഷെ 2 ദിവസത്തിന് ശേഷം ഒരു ഓർഡർ വന്നു തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ആയിട്ട്. സോ ഇറ്റ്സ് എ വെരി ഡിവൈൻ കോയിൻസിഡൻസ് ഫോർ മീ. ചടങ്ങിൽ ചാരിറ്റി സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും കളക്ടർ കൈമാറി. MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ജില്ലയിൽ ആദ്യമായി സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഡ്രംസ് മാന്ത്രികൻ ശിവമണിയും ഒന്നിച്ച് ഫ്യൂഷൻ ഷോ നടന്നു.
ഗായകൻ മധു ബാലകൃഷ്ണൻ, അമൃത സുരേഷ്, ഇന്ദുലേഖ വാര്യർ എന്നിവർ ചേർന്ന് ആലപിച്ച കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആൽബം ആലാപനവും പ്രകാശനവും ഇതോടൊപ്പം നടന്നു. ജനുവരി 5-ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം നടക്കും. ജനുവരി 6-ന് രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, തുടർന്ന് തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7-ന് രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. अस्पष्टं दृष्टमात्रे पुनरुरु पुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे अन्तभाग्यं जनानां महिषाधिरूढदेवा प्रमथनाथ शिव पार्वती तनय विश्वशक्तिमद्भावं महाविष्णुमाये महिषाधिरूढदेवा. ബസ്സിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ പുത്തൻപീടിക കുരുതുകുളങ്ങര ചാക്കോ മരിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5-ന് പുത്തൻപീടിക കൈതമുക്ക് സെന്ററിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ കുറി കളക്ഷന് വേണ്ടി കൈതമുക്ക് സെന്ററിലെ ഷോപ്പിലേക്ക് വരുമ്പോഴാണ് ബസ് വന്നിടിച്ചത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. തൃപ്രയാർ റോഡിലോടുന്ന ബസ് സർവീസിന് വേണ്ടി ഈ റൂട്ടിൽ കൂടി പോയപ്പോഴാണ് അപകടം. ഭാര്യ സൂസി, മക്കൾ സച്ചിൻ, സജോണ. ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ കുടുംബ സംഗമം തൃപ്രയാർ TSTA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ പതാക ഉയർത്തി. കേറ്ററിംഗ് സർവീസും കൂട്ടായ്മയും സാമൂഹിക നന്മയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, തൊഴിൽപരമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, കുടുംബമൊന്നിച്ച് കച്ചവടം ചെയ്യുന്നതിന്റെ പ്രയോജനം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ നടന്നു. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ ഇതൊരു മേഖലയുടെ സമ്മേളനമാണോ അതോ ജില്ലയുടെ കുടുംബസംഗമമാണോ, അതിനേക്കാൾ അപ്പുറത്ത് പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് നടത്തുന്ന സമ്മേളനങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ വളരെ ചിട്ടയായി ഭംഗിയായി കുറേ ആത്മാർത്ഥമായ അർപ്പണ മനോഭാവത്തോടു കൂടിയ കുറേ ലീഡേഴ്സിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടും അതോടൊപ്പം തന്നെ കർത്തകി നിൽക്കാവുന്ന മെമ്പേഴ്സ് അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നമ്മൾ കാണുന്നത്. കുറച്ച് ദിവസമായി എനിക്കറിയാം എന്തായാലും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എന്തൊക്കെ കാണാൻ കഴിയുന്നുള്ളത് വളരെ നേരത്തെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. നദാൻ, ജോസ് മുനമ്പം, കയ്പമംഗലത്ത് അപകടരഹിത പാതയ്ക്കായി ചുക്കുകാപ്പി വിതരണം നടത്തുന്ന സംഘടനാ പ്രവർത്തകർ എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു. കാറ്ററേഴ്സ് ഓഫ് ദ ഇയർ മത്സര വിജയികൾക്ക് പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. ദഫ്മുട്ട്, അറേബ്യൻ ഡാൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളും മറ്റു കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. Romeo, Romeo,
സ്നേഹവിരുന്നും നടന്നു. ആസിഫ് അലി, ശശി ആതിഥേയ, VG സതീശൻ, KP ഗോപാലകൃഷ്ണൻ, T സ്നിതീഷ്, നാസർ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, ICDS, തളിക്കുളം BRC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി കലോത്സവം ആരവം 2024 തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA കൂടിയിട്ടായിട്ടുള്ള ബിന്ദു മന്ത്രിയാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നമ്മുടെ വിഭാഗം കുട്ടികൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സഹായമാണ് ഈ സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തന ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഇത് പറയാനുള്ളൊരു കാരണം, നമ്മുടെ കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളിൽ പല വിവിധ ഘട്ടങ്ങളായി മേഖലയുമായി തിരിച്ചുകൊണ്ടുള്ള 31 കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നാണ് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ബിന്ദു മന്ത്രിയാണ്. അതുപോലെ തന്നെ ആ കമ്മിറ്റിയിലും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് K രാധാകൃഷ്ണൻ കൂടിയാണ്. അതിലൊരു അംഗം കൂടിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന സാമൂഹ്യ പ്രബുദ്ധത ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മുടെ വിഭാഗവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് സഹായകമായ നിലവാരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള എല്ലാ കമ്മിറ്റികളും ചർച്ച നടക്കാറുള്ള സമയം ഉണ്ടാവാറുണ്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ചലച്ചിത്ര താരം ലിഷോയ് സമ്മാന വിതരണം നടത്തി. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. തളിക്കുളം BRCയിലെ BPC KH സിന്ധു പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ്, MR ദിനേശൻ, PI സജിത, ശാന്തി ബാസി, ഗീതു കണ്ണൻ, വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ്, മെമ്പർമാരായ KB സുധ, ഇബ്രാഹിം പടുവിങ്ങൽ, V കല, ജൂബി പ്രദീപ്, CR ഷൈൻ, വസന്ത ദേവലാൽ, CDPO ശുഭ നാരായൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. നാട്ടിക IHRD കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി യോഗം CC മുകുന്ദൻ MLAയുടെ അധ്യക്ഷതയിൽ നടന്നു. പ്രിൻസിപ്പൽ B ശ്യാംലാൽ, വലപ്പാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ്, സുഭാഷ് ചന്ദ്രൻ, ആന്റണി, PTA പ്രസിഡന്റ് സജീവ് മാക്കോത്ത്, മണപ്പുറം ഗ്രൂപ്പ് പ്രതിനിധി മിസ് ആതിര, കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി മോളി വർഗീസ് എന്നിവർ സംസാരിച്ചു.
പക്ഷെ നമ്മളൊക്കെ എന്താ പറയുക MLA ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എത്തിച്ചേരുന്നത്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പരിശോധിക്കേണ്ടായി. അപ്പോൾ എൻ്റെ ഒരു ചാർട്ടുണ്ട്. MLA ഇപ്പോൾ വെച്ചിരിക്കുന്ന ഇപ്പോൾ ഗീതാഗോപി തന്ന ഒരുപാട് കമ്പ്യൂട്ടറും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നടപടിക്രമം അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിലൊക്കെ ഒരു നടപടികളൊക്കെ ഉണ്ട്. നമ്മൾ അത്ര കണ്ട് കൊടുത്താലും നമ്മളെക്കാളും മുകളിൽ ഒരു കളക്ടർ അത് പരിശോധിച്ച് നിർദ്ദേശം തരിക. അപ്പോഴാണ് നമ്മൾ ആവശ്യപ്പെട്ടവർക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ അകത്ത് ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ പഠിക്കുന്നത് എന്തൊക്കെയാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നടക്കുന്നത്. കാഞ്ഞാണി സെന്ററിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞു. വാൻ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ഇടവേള. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 7 വരെ ആഘോഷിക്കും. ജനുവരി 1 മുതൽ ജനുവരി 3 വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും. ജനുവരി 5-ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം നടക്കും. ജനുവരി 6-ന് രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് തിരുവമ്പാടി മഠത്തിലവരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7-ന് രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടത്തി. MLA CC മുകുന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്തിലെ 16 വാർഡുകളിലെ 45 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. തളിക്കുളം പഞ്ചായത്തിലെ 10 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 6 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. SC വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്,
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ബ്ലോക്ക് മെമ്പർ കല, വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൽ, കെ സൈനുദ്ദീൻ, സുമന ജോഷി, ഷൈജ കിഷോർ, ഭിന്നി അറയ്ക്കൽ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ GMLP നോർത്ത് സ്കൂൾ അധ്യാപിക TA ജീജ ടീച്ചർ ലാപ്ടോപ്പ് വിതരണത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ KS അനീഷ, ബിനോയ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ആ കുട്ടികളെ നമ്മുടെ 3 വിദ്യാർത്ഥികളായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ചേർപ്പ്, അന്തിക്കാട്, തളിക്കുളം തുടങ്ങിയ ഒരുപാട് കുട്ടികൾ മാനസികമായ വേദന സഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരും അടക്കം മാനസികമായ വേദന സഹിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അപ്പോൾ ഇതൊക്കെ മാതൃകപരമായ രീതിയിലേക്ക് സർക്കാർ വലിയ സാമൂഹ്യപരമായ രീതി ഉറപ്പുവരുത്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന അച്ഛനും അമ്മമാർക്കും സഹോദരന്മാർക്കുമുള്ള എല്ലാവിധ സഹായങ്ങളും നടപ്പാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് വരുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ലാപ്ടോപ്പും അതുപോലെ മൊബൈലൊക്കെ പരിശോധിക്കപ്പെടണം. അത് കുട്ടികൾക്ക് കിട്ടുമ്പോൾ ഏറ്റവും ദുർബലപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കാൻ പരിശോധിച്ചിട്ട് കൊടുക്കുന്നു. പക്ഷേ ജ്ഞാനപ്രസംഗം കൂടി ചർച്ച ചെയ്തു പോരാ. നമ്മുടെ മറ്റേ BPL കാർഡുമായി ബന്ധമുള്ള വരുമാനത്തിന്റെ താഴെയുള്ള യാതൊന്നും ചെയ്യണമില്ല. കോതകുളം ബീച്ച് വട്ടപ്പരത്തിയിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്താൽ നിർമ്മിച്ച സ്നേഹാരാമം പാർക്ക് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് വട്ടപ്പരത്തി അറപ്പയ്ക്ക് സമീപത്തായി കാറ്റാടി മരക്കൂട്ടങ്ങൾക്കിടയിൽ കാടുപിടിച്ചു കിടന്നിരുന്ന പ്രദേശമാണ് ക്ലീനാക്കി സ്നേഹാരാമം പാർക്ക് ഒരുക്കിയത്. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഒഴിഞ്ഞ ധാരാളം സ്ഥലം കിടക്കുന്നു, ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടതായിട്ട് ഇരിക്കാനും അതിനുള്ള സൗകര്യങ്ങളോ അതൊന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് ഷാജിയാണ് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഒന്ന് നിർമ്മിക്കുന്നത് നല്ലതാണ്, ഞാനത് പഞ്ചായത്തിൽ സൂചിപ്പിക്കാം. അങ്ങനെ വന്നു കിട്ടിയാൽ ഇവിടെ വരുന്ന ധാരാളം ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ ഭരണസമിതിയൊക്കെ ഇന്നിവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, അവരൊക്കെ വേണ്ടതായിട്ടുള്ള അതിനുള്ള ഭരണാനുമതി മാത്രമല്ല അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ ശ്രീരാമ പോളിടെക്നിക്കിലെ NSS യൂണിറ്റിനെ കൊണ്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇത് ഇത്രയും പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിച്ചു. ഇതിന് ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഇത് വേഗം നടപ്പാക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും അഭിനന്ദിക്കാം. ഇനിയും എനിക്ക് തോന്നുന്നത് മനോഹരമാക്കാനായിട്ട് സാധിക്കും. അതിന് മണപ്പുറം ഫൗണ്ടേഷൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള വഴി ഈ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് റോഡും ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജീത്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സുഷമ നന്ദകുമാർ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, BK മണിലാൽ, ഷൈൻ നെടിയിരിപ്പിൽ, KK പ്രഹർഷൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EK തോമസ് മാസ്റ്റർ, മണപ്പുറം CEO ജോർജ് D ദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ, വിവിധ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുജനങ്ങൾ, മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാറ്റാടി മരത്തിനടിയിൽ വിവിധ തരം പെയിന്റുകൾ ചേർത്ത് മനോഹരമാക്കിയിരിക്കുകയാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹായത്താൽ നിർമ്മിച്ച പാർക്ക്. നടപാതയ്ക്ക് ചുറ്റുമായി 20 സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തീർത്ത ബെഞ്ചുകൾ, കുട്ടികൾക്കുള്ള റൈഡുകൾ, ഊഞ്ഞാലുകൾ, സെൽഫി പോയിന്റ്, വേസ്റ്റ് ബിന്നുകൾ എന്നിവയാണ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മണപ്പുറം ഫൗണ്ടേഷൻ ചിലവഴിച്ചത്. രണ്ടാം ഘട്ടത്തിൽ വട്ടപ്പരത്തി ബീച്ചിൽ നിന്ന് പാർക്കിലേക്കുള്ള റോഡും സ്ട്രീറ്റ് ലൈറ്റും മിനി റൈഡുകളും കവാടവും ഉൾപ്പെടുത്തി കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ അറിയിച്ചു. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്, വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS യൂണിറ്റുകളുടെ സഹകരണവും സ്നേഹാരാമം പാർക്കിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോതകുളം ബീച്ച്, വട്ടപ്പരത്തി അറപ്പ് പരിസരം
വളരെ മാലിന്യമേറിയതും അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്നതുമായ ഒരവസ്ഥയിലിരുന്ന ഒരു പ്രദേശത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തും മണപ്പുറം ഫൗണ്ടേഷൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടുകൂടി ഇന്ന് വട്ടപ്പരത്തിയിൽ ഒരു മിനി പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ നമ്മൾക്കിവിടെ ഒരു ബീച്ച് പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. വികസനത്തിൻ്റെ പാതയിലേക്കാണ് നമ്മളിപ്പോൾ താൽക്കാലികമായി ഒരു നടപ്പാതയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങളും അതുപോലെ നമ്മളുടെ കാറ്റാടികൾ പെയിൻറ്റ് ചെയ്ത് മനോഹരമായ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മൾ ഇന്ന് ഇനി അടുത്തതായിട്ട് ഇവിടേക്ക് വരാനുള്ള ഒരു ഗതാഗത സൗകര്യത്തിനായി റോഡും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും മറ്റ് കളി ഉപകരണങ്ങളും കുട്ടികൾക്കുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഒരു വാഗ്ദാനം ബഹുമാനപ്പെട്ട മണപ്പുറം ഫൗണ്ടേഷൻ്റെ MD ശ്രീ VP നന്ദകുമാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സലിന്റെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ആയ VP നന്ദകുമാർ, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറും ഇപ്പോഴത്തെ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സണുമായ സുഷമ നന്ദകുമാർ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത്. തുടങ്ങി ഒരു വർഷത്തിനുള്ള ഒരു ബിൽഡിംഗ് തുടങ്ങുകയും അത് തീർക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി ഉറപ്പാണ് ഇത് ഒരു നില കഴിഞ്ഞ് രണ്ടാമത്തെ നില കഴിയാറായി. എൻ്റെ RCC വർക്കുണ്ട്. പിന്നെയാണ് മൂന്നാമത്തെ. ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത് ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ആകുമെന്നതിനേക്കാൾ ഉപരി ഇത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരും അതുപോലെ തന്നെ അർഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് ഈ ക്ലബിലൂടെ ധാരാളം സേവനങ്ങൾ കിട്ടും എന്നതിന് സംശയമില്ല. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കളക്ടറായിട്ടുള്ള സമയത്തും ആലപ്പുഴ ജില്ലയിൽ എത്ര കുട്ടികൾക്കാണ് കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയതു, ആ കുട്ടികൾ എല്ലാവർക്കും അവർ പഠിക്കുന്നവരെ സഹായം ചെയ്യുന്ന സ്പോൺസറിനെ കണ്ടുപിടിച്ച് നൽകുന്ന ശേഷം മാത്രമേ ഞാൻ ആലപ്പുഴ നിന്നും മടങ്ങിയിട്ട് വേറെ ഒരു പോസ്റ്റിക്ക് പോകുമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിൽ ഈ തീരുമാനമെടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചു 20-30 കുട്ടികൾക്കായിരിക്കും കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയിട്ടുണ്ടായിരിക്കുമാണ്. സർവേ കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയത് ആലപ്പുഴയിൽ 20-30 അല്ല, 100 അല്ല, 200 അല്ല, 293 കുട്ടികൾക്കാണ് കോവിഡ് സമയത്ത് ആലപ്പുഴയിൽ രക്ഷകർത്താക്കൾ നഷ്ടപ്പോയത്. മേഘ ആൻഡ്രൂസ് ഫ്ലാഗ് സെലിബ്രേഷൻ നിർവഹിച്ചു. ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗുണൻ കൊട്ടേക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം PM അഹമ്മദ്, സെക്രട്ടറി P സുരേഷ് കുമാർ, ക്ലബിന്റെ മുഖ്യ ഉപദേഷ്ടാവായ ജോർജ് ഡിദാസ്, ഡയറക്ടർ ബോർഡ് അംഗം VA അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. 2022 ഡിസംബറിൽ രൂപം കൊണ്ട ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സൽ 8 മാസത്തിനുള്ളിൽ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 15-നാണ് ഓഫീസ് സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. 4.5 മാസത്തിനുള്ളിലാണ് 1100 സ്ക്വയർ ഫീറ്റുള്ള ഗ്രൗണ്ട് ഫ്ലോറിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ക്ലബ് ഓഫീസിന്റെ പ്രാഥമിക ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മണപ്പുറം ഫിനാൻസ് MDയും CEOയും ആയ VP നന്ദകുമാർ 5 സെന്റ് സ്ഥലവും 5 ലക്ഷം രൂപയും നൽകിക്കൊണ്ടാണ് നിർമ്മാണ നടപടികൾ ആരംഭിച്ചത്. ഡ്രീംസ് കൺസ്ട്രക്ഷൻസിന്റെ ഉടമ ലയൺ നിഷിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കരയാവട്ടം നോർത്ത് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് VV കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചാർജ് അരുൺ പണിക്കർ, അജയൻ കാളിപ്പറമ്പിൽ, ഭരണസമിതി അംഗങ്ങളായ ജോളിലാൽ കുമാർ, പുരുഷോത്തമൻ VV, ഹൗസ റിഹാസ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയും വയോജനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി. വർണ്ണമഴയും ഉണ്ടായിരുന്നു.
വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വികാരി ഫാദർ ബാബു അപ്പാടനച്ചന്റെ തിരുപ്പട്ട രജത ജൂബിലി ആരംഭവും ഇടവക ദിനാഘോഷവും നടത്തി. ദിവ്യബലിക്ക് മാർ ജേക്കബ് തൂങ്കുഴി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ചെറിയാൻ മാളിയേക്കൽ, ഫാദർ ബാബു അപ്പാടൻ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ചെറിയാൻ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മ സെക്രട്ടറി സുബി ജസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികാരി ഫാദർ ബാബു അപ്പാടൻ, പള്ളിയുടെ പ്രഥമ PRO ആയി 7 വർഷം സേവനമനുഷ്ഠിച്ച ഷാജി ചാലിശ്ശേരി, മതബോധന പ്രധാന അധ്യാപകനായി വിരമിച്ച ഗ്രിഗോറിയസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൈക്കാരന്മാരായ ഷാജി ചാലിശ്ശേരി, ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, കാർമൽ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജയ കാതറിൻ, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന്, ഇടവകാംഗങ്ങളുടെ കലാപരിപാടികൾ, നാടകം എന്നിവയും അരങ്ങേറി. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സമന്വയം ക്യാമ്പിന്റെ ഭാഗമായി താനിം പഞ്ചായത്ത് 5-ാം വാർഡിലെ AR റോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാർക്കായി NSS വിദ്യാർത്ഥികൾ കുടിവെള്ള സംവിധാനമൊരുക്കി. മൺകൂജ സജ്ജീകരിച്ചാണ് ആവശ്യക്കാർക്ക് കുടിവെള്ള സൗകര്യമൊരുക്കിയത്. വാർഡ് മെമ്പർ ആന്റോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ NSS കോർഡിനേറ്റർ നീന അധ്യക്ഷത വഹിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെ ബസ് സ്റ്റോപ്പ് പരിസരത്ത് ശുചീകരണവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിഭകളുടെ സംഗമവേദിയായി കാനാടിക്കാവ്. വേറിട്ട അനുഭവം പകർന്ന് തൃപ്രയാറിൽ ഭിന്നശേഷി കലോത്സവം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.